ഭഗവാൻ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ് എപ്രകാരമാണ് ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ മഹാഭാരത കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ സത്യം ചെയ്തിരുന്നു യുദ്ധത്തിന് മുമ്പ്, താൻ ആയുധമെടുക്കില്ല, താൻ യുദ്ധം ചെയ്യില്ല, കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ ആയുധം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് വലിയ ഭഗവത് ഭക്തനാണ് ഭീഷ്മര്. ഭീഷ്മരെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഭഗവാനായി കൊണ്ട് സമർപ്പിച്ച സ്തുതിയാണ് വിഷ്ണു സഹസ്രനാമൊക്കെ, മഹാഭാരതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അത് ആ ഭഗവാന്റെ ആ സത്യം, താൻ ആയുധം എടുക്കില്ല എന്നുള്ള ഭഗവാന്റെ ആ സത്യം കേട്ടപ്പോൾ ഭീഷ്മർക്ക് വലിയ കൗതുകം തോന്നിയെന്നാണ്. ആഹാ, അങ്ങനെയാണോ കൃഷ്ണൻ, അങ്ങനെയാണോ പറഞ്ഞത്? എന്നാൽ ഞാൻ ഒരു സത്യം ചെയ്യാണ്, ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളൊരു സത്യം ഞാനും ചെയ്യാണ്, ആരാ ജയിക്കാൻ നമുക്ക് നോക്കാമല്ലോ എന്ന് അദ്ദേഹം ഒരു കൗതുകത്തോടു കൂടി, ഭഗവാന്റെ ഒരു പൂർണ്ണ വിശ്വാസമാണ്, ഭക്തന്റെ ആ വാക്ക് സത്യമാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭീഷ്മർ അങ്ങനെ ഒരു സത്യം ചെയ്തു എന്നാണ്. ഇവിടെ ഭീഷ്മരും അർജുനനും തമ്മിൽ യുദ്ധം നടക്കുന്ന ആ സന്ദർഭം, ഭീഷ്മരുടെ യുദ്ധത്തിന്റെ ആ അവസാന ദിവസത്തിന്റെ ആ ഭാഗത്ത് അർജുനന് പിടിച്ചു നിൽക്കാൻ സാധിക്കണില്ല. ഈ സന്ദർഭത്തിൽ ഭഗവാൻ ആ വാക്ക് അല്ലെ, ഭഗവാന് ഒരു പുഞ്ചിരി വന്നു എന്നാണ്, ഭഗവാന് ക്രോധം വന്നു എന്നാണ് ഭഗവാൻ പുറത്തേക്ക് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു പുഞ്ചിരി മനസ്സോടുകൂടി വന്നിട്ട് അവിടെ ആ തേർത്തട്ടിൽ നിന്ന് അങ്ങോട്ട് ചാടി വന്ന് അടുത്ത് കാണുന്ന ഒരു തേരിന്റെ ചക്രം എടുത്തിട്ട് ആ ഭീഷ്മരുടെ നേർക്കങ്ങോട്ട് വരികയാണ്. അർജുനനത് കാണുന്ന സമയത്ത് പേടിയാവുകയാണ്. കാരണം ഭഗവാൻ സത്യം ചെയ്തതാണ് അല്ലെ, ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്ന്. ഇപ്പോൾ ആ സത്യം തെറ്റല്ലേ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ അവിടെ പേടിയാവണമെന്നുണ്ടെങ്കിലും ഭീഷ്മര് അവിടെ ഒരു അദ്ദേഹത്തിന് ഒരു സംതൃപ്തിയുടെ ഒരു സന്തോഷം കാണാൻ സാധിക്കുന്ന മുഖത്ത് ഭഗവാന്റെ മുന്നിൽ പുഞ്ചിരിച്ചിട്ട് തൊഴുത് നിന്നു എന്നാണ് പറയുന്നത്. കാരണം ആ സമാധാനമായി, എൻ്റെ വാക്ക് തന്നെ സത്യമാക്കി. ഭഗവാനും ഭീഷ്മരും തമ്മിൽ മാനസികമായിട്ട് അവിടെ ഒരു സംവാദം ഉണ്ട് എന്നാണ് പറയുക. സത്യത്തിൽ ഭഗവാൻ പറയാണ്, ഭീഷ്മരെ ഞാൻ തോറ്റു, ശരി അങ്ങയുടെ വാക്ക് തന്നെ സത്യമായി എന്നുള്ള ഭാവത്തിൽ. കാരണം ഭഗവാന് തൻ്റെ വാക്ക്, താൻ പറഞ്ഞിട്ടുള്ള വാക്ക് അവിടെ തെറ്റിയാലും കുഴപ്പമില്ല, ഭക്തന്റെ വാക്ക് സത്യമാക്കണം, അതാണ് ഭഗവാന്റെ വാത്സല്യം. അപ്പോൾ താൻ പറഞ്ഞു ആയുധം എടുക്കില്ല എന്നുള്ളത്, അത് തെറ്റിയാലും കുഴപ്പമില്ല, ഭീഷ്മര് പറഞ്ഞില്ലേ തന്നെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന്, അത് സത്യമായിക്കോട്ടെ, എനിക്ക് അതാണ് ഇഷ്ടം, എൻ്റെ ഭക്തൻ പറയുന്നത് സത്യമാവണതാണ് എനിക്കിഷ്ടം, അതാണ് ഭഗവാന്റെ വാത്സല്യം. ഏന്തില്ലായുധമെന്ന തൻ്റെ ശപഥം തെറ്റിച്ചു ഞാൻ ചെയ്തതാമെന്തിച്ചിടുമതെന്ന സത്യമൃതമാക്കും മാറു ചക്രായുധം ഏന്തി ഭൂമി കുലുക്കി മേൽപ്പുടവയൂർന്നെന്നേർക്കു തേർത്തട്ടിൽ നിന്നേന്തി ചാടിയണഞ്ഞ പാർത്ഥസഖനിൽ പ്രേമം ഭവിക്കാവുമേ. ഭീഷ്മരുടെ ഒരു പ്രാർത്ഥനയായിട്ട് ഒരു കവി എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പോൾ ഈ ഒരു ആശയം, ഭഗവാൻ അത്ര ഭക്തവാത്സല്യാണ്, തൻ്റെ വാക്ക് തെറ്റിയാലും വേണ്ടില്ല, ഭക്തന്റെ വാക്ക് സത്യമാക്കണം ഭഗവാൻ, അതാണ് നമ്മുടെ കൃഷ്ണൻ. എന്തായാലും ഇന്നത്തെ വാക്കുകളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കണം. ഹരേ കൃഷ്ണ.